ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ആമീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് വൈകിട്ടൊക്കെ ചായയുടെ കൂടെ കടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈസി ആയിട്ട് ഒരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം നമ്മുടെ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് 2 കപ്പ് മൈദാപ്പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഷുഗർ. ഞാനിപ്പം പൗഡേർഡ് ഷുഗറാണ് എടുത്തേക്കുന്നത് 1 കപ്പ്. ഇപ്പോൾ പൗഡേർഡ് ഷുഗറിന് പകരം മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടുന്നത് നമുക്ക് 3 എഗ്ഗാണ്. പിന്നെ വേണ്ടുന്നത് ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ബേക്കിംഗ് സോഡയാണ്, അത് 1/2 ടീസ്പൂണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഓയിൽ, 3/4 കപ്പ് ഓയിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന 1 നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇപ്പം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 3 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ ഓറഞ്ച് ജ്യൂസ്. നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ എല്ലാം കൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം നന്നായിട്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദാപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിയാലും മതി, ഇല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ട് ഇളക്കിയാലും മതി. ഇപ്പം നമ്മളിത് 3 കൂടെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കൂടെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നന്നായിട്ട് മിക്സായി ഇതിനകത്ത് തരിയെല്ലാം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വാനില എസൻസ് എടുത്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇപ്പം നല്ല റെഡി ആയിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്കൊന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ബാറ്ററിനെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇടയ്ക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ദാണ്ട് നമ്മുടെ ബാറ്റർ നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു ഇഡലി മാവിൻ്റെ പരുവം ആകുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആവും. ഇപ്പം കണ്ടില്ലേ, നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു ബേക്കിംഗ് പാനാണ്. ഇപ്പം ഞാനൊരു കേക്കിൻ്റെ നീളത്തിലുള്ള പാനാണ് എടുത്തേക്കുന്നത്. അതിലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് എണ്ണ തൂക്കിയിട്ട് അതിൻ്റെ മുകളിൽ മൈദ പൗഡർ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കേക്കിൻ്റെ അടിയിലൊന്നും അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാനും അതിൽ പറ്റി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പം ബട്ടർ പേപ്പർ ഇട്ടേക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ബാറ്റർ എല്ലായിടത്തും നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. കണ്ടില്ലേ, ഇതേ പരുവത്തിൽ എത്തണം ബാറ്റർ. ഇപ്പം നന്നായിട്ട് എല്ലാ ഭാഗത്തും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. അതിനകത്തുള്ള എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 3 ചെറി കട്ട് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ചെറി വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് പിസ്ത കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പം കാഷ്യൂനട്ടോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ബാറ്റർ എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഒരു 180 ഡിഗ്രിയിൽ ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഓവനെല്ലാം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഞാനൊന്ന് വെച്ച് കൊടുത്ത്. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. കണ്ടോ, നല്ല വേവായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്തൊന്നും പറ്റി പിടിക്കാത്തത്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒന്ന് ഇത് തിരിച്ചിടാൻ പോവുക. കണ്ടില്ലേ, നമ്മുടെ കേക്ക് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അടിഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പറിനെ ഒന്ന് ഇളക്കി മാറ്റണം. കണ്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം ഞാൻ പേപ്പറെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ. ഇപ്പം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ പ്ലീസ്.